എന്റെ മോളെ നിനക്ക് എന്തു പറ്റി? നീ ഞങ്ങള് കോലം കെട്ട് പോയില്ലോടിയുള്ളേ കുളിക്കാഞ്ഞിട്ടാ. ഇന്ന് നല്ല പണിയായിരുന്നു. ഇനി വൈകിട്ടേ കുളിക്കൂ. മനുഷ്യനായാലും മൃഗമായാലും രാവിലെ കുളിച്ചില്ലെങ്കിൽ ഒരു വയറ്റും കൊള്ളൂല. കുളിച്ചിട്ട് എന്തൊക്കെ അസുഖം വരുന്നേന്നറിയാവോ? ചരങ്ങ്, കരിഞ്ചപ്പട്ട, കണ്ണമാലി, അടിമാലി, ആയിരക്കണ്ണ്, ചീങ്കണ്ണി മുതൽ ജപ്പാൻ ചോരം വരെ പിടിക്കും. മോള് വേഗം ചെന്ന് കുളിക്കാൻ നോക്ക്. അപ്പൊ താത്തേക്ക് വിളിക്കണ്ടേ? സിസ്റ്റാടെ കുളിയൊക്കെ തെറ്റിയിട്ട് കാര്യം അത്രയായി. മോള് വേഗം ചെന്ന് കുളിക്കും. ചെന്ന് സോപ്പും തോട്ടമൊക്കെ എത്തുണ്ടോ വേഗം ചെല്ലും. അല്ല ഉള്ള കുളിച്ചാൽ തള്ളക്ക് കേറില്ല എന്നല്ലേ പ്രണാമം. ഞാനിത് ഇളക്കി കുളമാക്കാം. പശുമോളെ വേഗം ചെന്ന് കുളിച്ചിട്ടോ. വേഗം കുളിച്ചിട്ട് വരാൻ ഞാൻ. അമ്മോ വേഗം ഒന്നും കുളിക്കണ്ട. നല്ല സമയമൊക്കെ എടുത്ത് ദേഹമൊക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിച്ചോ. എടുക്കട്ടെ. നോക്ക് വടി നോക്കിക്കൊണ്ടിരുന്ന കാണാനുള്ള മുഴുവൻ പിള്ളേര് കണ്ടേച്ചു പോവും. ഞാൻ പിന്നെ നോക്കണം. വാ ഇങ്ങോട്ട്. രമണ്ണം നോക്കിക്കൊണ്ടിടാനൊക്കെ ഇതേത് കാലത്തെ കാല വലിക്ക് പുറത്തേക്ക് ഇടുവാനാ. താൻ കുടിച്ച പോയി താൻ തന്നെ നെയ്യത്ത് പോലെ വയ്യത്ത്. വരട്ടെ വാഞ്ഞേ. ചന്ദ്ര പത്രത്തെ ആരെങ്കിലും ഒരു മുണ്ട് കൊണ്ടുപോടാ. ഇവള് എന്റെ പുറത്ത് പലഹാരം ഉണ്ടാക്കാണ്. എഴുമല പൂഞ്ചോല വാമനക്ക് മണിമാല. ബെസ്റ്റ്. മറ്റേ പാട്ട് പാടാൻ പറ്റിയ സിറ്റുവേഷൻ. യാത് പാട്ട്? നമ്മുടെ ബാലഗോപാലൻ എണ്ണ തേപ്പിക്കുമ്പം എന്തിനാ ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഉത്തേജിപ്പിക്കല്ലേ? ഉത്തേജിപ്പിച്ച് ഇയാള് മണ്ണിന്റെ അടിയിൽ പോണവരെ ഉണ്ടാവും. ഈ എണ്ണിട്ട് ഈ തിരുമ്പല് ഇയാളെന്താ ഒളിമ്പിക്കണോ? നിനക്ക് എന്താ വേണ്ടേ? അതിനെന്നെ കിട്ടില്ലട്ടാ. ചെറിയ നമ്പറാ. ചേച്ചി ചേച്ചിയെ എണ്ണയിപ്പിക്കട്ടാ. തോന്നും പൊരിച്ചെടുക്കാനാണ്. അല്ലേ ചേച്ചി, എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഡെയിലി എണ്ണ തേപ്പിക്കുന്നത്? കുതിരശക്തി കിട്ടാനും യൗവനം നിലനിൽക്കാനും ഒരു വലിയ വൈദ്യം പറഞ്ഞു തന്നതാ. അയ്യോ, ശക്തി കിട്ടാ ഈ എണ്ണ തേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ബെസ്റ്റ് മരുന്ന് ഈ ഡോക്ടർ പറഞ്ഞു. ആണോ? പിന്നെ ഈ ഡോക്ടർ അറിയപ്പെടുന്നതിന്റെ ശക്തി ഡോക്ടർ എന്നല്ലേ? അതെ അതെ. അതായത് ഞാൻ ഹലോപ്പതി ആണെങ്കിലും എന്റെ അപ്പനപ്പൂപ്പന്മാർ ആയുർവേദമാ. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. കുതിരശക്തി കിട്ടുന്ന മരുന്ന് ബെസ്റ്റാ.
അതാ വേണ്ടത്. കാറ്റാടി മരത്തിന്റെ പടിഞ്ഞാറേക്കുള്ള വേര്, വരിക്കപ്ലാവിന്റെ തെക്ക് ശിഖരത്തിൽ ഇത്തിൽ കണ്ണി, തങ്കഭസ്മം, ബദാം പരിപ്പ്, കാന്താരി മുളക്, പച്ചമുളക്, മൈസൂർ മുളക് ഇവയെല്ലാം ചേർത്ത് അരച്ച് തേച്ചു കൊടുക്കുക. തെലുങ്ക് ദേശത്ത് ഒരു ചേച്ചി ഒരു ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നിട്ടില്ല. അതാ ഒരു പ്രാവശ്യം തെച്ചാൽ മതി, പിന്നെ തേക്കേണ്ട കാര്യമില്ല. അതോടുകൂടി ആർക്കും വെക്കാം എങ്ങനെ വെക്കാം, എങ്ങനെ ഏത് സമയത്ത് വേണം വെക്കാം. അമേരിക്ക 2-3 സ്ഥലങ്ങളിൽ ഉള്ള കൂടുതൽ പണയം വെച്ച് കളിക്കുന്ന കല്യാണ സുഹൃത്തുക്കളെ, ഈ പെൻസിൽ നാടകയുടെ അകത്ത് കുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, പുറത്ത് കുത്തുവാണെങ്കിൽ കമ്പനിക്ക് കിട്ടും. 5, 10, 20 എത്ര വേണമെന്ന് വെക്കാം. യാതൊരു മനസ്സിൽ നിൽക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. 200 വരെ നിങ്ങൾക്ക് 200 വെച്ചാൽ നാളെ നാല് മണിക്ക് കാണാമെന്ന് തന്നെയാണ് അവള് പറഞ്ഞത്. ഉറപ്പാ. ഈ ചെവിണ്ട് ഞാൻ കേട്ടതാ. മണിതേ 4:30 അവള് വീണ്ടും നമ്മളെ വഹിക്കാനുള്ള പരിപാടി വല്ലതുമാണ്. ഏതായാലും കാപ്പ് കുടിക്കാൻ വല്ല അവളെ ക്ഷണിച്ചാൽ ഞാനില്ല, നിങ്ങളൊക്കെ പൊക്കൊണ്ടാ മതി. എടാ, ഇനി വല്ല ഗുണ്ടകളെ വിട്ട് നമ്മളെ തല്ലി കൊള്ളിക്കാനുള്ള വല്ല പരിപാടിയാണോ? ഗുണ്ടകൾ വല്ലതും വന്ന് അപ്പം മുങ്ങിക്കണം. കിഴിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. ഇടയ്ക്കിടയ്ക്ക് കിഴിയിടുന്നത് ബോഡിക്ക് നല്ലതാണ്. ഹലോ, തീപ്പറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ തരിക, അല്ലാതെന്താ. അതെ, ആ നാൻസി പറഞ്ഞത് കേട്ട് എന്തെങ്കിലും അവയം കാണിച്ചാൽ ഞങ്ങൾക്ക് ചോദിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. നാൻസിയോ? ഏത് നാൻസി? ഫണ്ണി പീപ്പിൾ. ഗുഡ് ഈവനിങ്. എല്ലാരും ഉണ്ടല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഓ, ഞാനാണല്ലോ വിളിപ്പിച്ചേ. അപ്പൊ ഞാൻ തന്നെ തുടങ്ങാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു പഴമൊഴി ഉള്ളിൽ കണ്ടുകൊണ്ടാ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. സോറി കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യം അമർഷം ഒക്കെ ഉണ്ട്. എല്ലാം ഇന്നത്തോടെ തീർക്കണം. ഏയ്, നിങ്ങളോടാ ചോദിച്ചേ, തീർക്കില്ലേ? ഇയാള് കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഓക്കെ, പറയാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ? നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്ങനെയെന്നല്ലേ? ഏതാണ്ട് 1 മാസമായിട്ട് ഞാൻ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാദർ ഡൊമിനിക്കിനെ ശങ്കർ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിയും. ശങ്കർ ഒറ്റയ്ക്കല്ല, കൂടെ സെക്യൂരിറ്റികളും ഉണ്ടെന്ന് ഈ അടുത്ത് അറിഞ്ഞപ്പോ എനിക്ക് പറ്റിയൊരാന്ന് മനസ്സിലായി. അതെ, ഈ സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ ആരാന്ന് ആദ്യം പറ. പറയാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, നിങ്ങൾക്കെന്നല്ല, ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റ് കാൾട്ടൺ നിക്കോളസിന്റെ ഏക മകൾ നാൻസി. കാൾട്ടൺ നിക്കോളസിന്റെ മകളോ? എന്താ, വിശ്വാസമായില്ലേ? അത്ര വിശ്വാസം പോരാ. ഞങ്ങളുടെ അനുഭവം അതാണല്ലോ. ശരി, എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, പോരെ? വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ വരണം. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പറയൂ. എന്തിനാ എത്ര ധൃതി? നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നു, എന്നെ അവിടെ കാണുന്നു, വിശ്വസിക്കുന്നു. ബാക്കി വിശ്വാസത്തിന് ശേഷം. അവള് പറഞ്ഞ സത്യമായിരിക്കോ? ഈ കാൾട്ടൺ നിക്കോളസ് ആരാന്നറിയോ നിങ്ങൾക്ക്? കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരൻ അയാള്. ഈ വന്നതും പോയും അയാളുടെ മോളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. മതി, നിർത്ത്. ആദ്യം അവള് പറഞ്ഞ സത്യമാണെന്ന് അറിയട്ടെ, എന്നിട്ട് മതി ഈ തുള്ളിച്ചാട്ടമൊക്കെ. അയ്യോ, ചായ ഒന്നും കുടിക്കാൻ ടൈമില്ല. ഏക്ക് കാര്യമില്ലേ? അറിയാൻ കെലിയെ തും ആയാ ഹൂം. ദിൽവാലെ ദുൽഹനിയ ലേ ജാएंगे. तू चोर मैं सिपाही. जाओ.